PC ജോർജ് വലിയ ദൈവവിശ്വാസി, അയാളുടെ പണികളെ ഞാൻ വേണ്ടി ഇങ്ങനെ നോക്കി. ഇപ്പം എന്താ സ്ഥിതി? ചെരുപ്പ് വിവാദം. ചെരുപ്പൊന്നും ഇട്ടതൊന്നും വലിയ മോശം ആണെന്നൊന്നും എനിക്ക് അഭിപ്രായം. അതിപ്പം മേലാത്ത ഒരാളിട്ടെന്ന് വെച്ചാൽ അയാളുടെ ബന്ധക്കാരനാണ്. ഒരു ചെരുപ്പ് എടുത്തു പൊക്കാൻ പറ്റാത്ത ഒരുത്തിൻ്റെ പേര് ശക്തൻ എന്നിട്ടതിലാണ് എനിക്ക് തർക്കം. അതുപോലെ കുനിയാൻ മേലെന്ന് പറഞ്ഞിട്ട് ഇവിടെ അഭ്യാസികൾ നിൽക്കുന്നവർ കുനിഞ്ഞിരിക്കുക. പണ്ട് PJ ജോസഫ് കൈ പൊക്കാൻ മേലെന്ന് പറഞ്ഞിട്ട് കൈ പൊക്കിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഇതാണ്. അതുപോലെ എനിക്ക് അയാളോട് വലിയ ദേഷ്യമായി. നമ്മുടെ വനിതാ MLA-മാരെയൊക്കെ ഉപദ്രവിച്ചപ്പോൾ അയാളൊരു നടപടിയും സ്വീകരിച്ചില്ല. അത്ര ദുഷ്ടനാണല്ലോ, ഇയാളെ ഒന്ന് കിട്ടിയാലൊന്ന് കൈകാര്യം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ മണിയാച്ചാന് പറ്റിയ പോലെ പറ്റും. 1, 2, 3, 4 എന്നേ പറഞ്ഞു, പിന്നെ 5 പറയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ചാനലില്ലാത്തത് കൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് പറയും. ഇപ്പം എനിക്ക് ശക്തനോട് യാതൊരു വിരോധവും ഇല്ല. എന്ന് വെച്ചാൽ ചാനലിലൂടെ പറഞ്ഞു, കണ്ണിന് കാഴ്ചയില്ലാത്തവനാണെങ്കിൽ കാഴ്ചയില്ലാത്തവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ തോന്നിയല്ലോ, അതൊരു പാപമായി പോയി എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ദൈവത്തിൻ്റെ കളിയാണ്, അത് LDF ഒന്നും ചെയ്തതല്ല. ഈ മാണിസാറ് എത്ര വലിയ ദൈവവിശ്വാസിയാണെന്നറിയോ? എൻ്റെ അയൽവക്കക്കാരന് 2 കിലോമീറ്റർ അകലേ ഉള്ളൂ. ഞാനും അദ്ദേഹവും തമ്മിൽ ഒന്ന് മത്സരിച്ചതാണ്. ആരാ ജയിച്ചെന്ന് പറയേണ്ട കാര്യമില്ല, അങ്ങനെയാണ് ജയിച്ചത്. പക്ഷെ ഇപ്പം ഞാനത് പുറത്ത് പറയുന്നില്ല, നാണക്കേട്. ആദ്യകാലത്തൊക്കെ വലിയ ഗമയെ പറയായിരുന്നു, മാണിയൊക്കെ ആയിട്ട് ഞാനും മത്സരിച്ചാടാവുകയും. ഇപ്പം നാണക്കേടായതുകൊണ്ട് മിണ്ടുന്നില്ല. അൽഫോൻസാമ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന ആളാണ് KM മാണി. ഇപ്പം എന്താ സ്ഥിതി? പുള്ളിക്കിട്ടും കിട്ടി, മോനിട്ടും കിട്ടി. യേശുദേവന്റെ കളിയാണ്. യേശു അത്ര മോശക്കാരനല്ല. ചുങ്കക്കാരെ ചാട്ടവാറ് കൊണ്ടടിച്ച് യേശുദേവൻ ഇയാളെ ശരിയാക്കണം തീരുമാനിച്ചു കൊടുത്തു. അതാ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ കളിയാണ്. പിന്നെ ഈ ജാതി പറയുന്ന പുള്ളിക്കിട്ട് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു ദിവസവും ഇല്ല. ഇപ്പോൾ ഒരു അവശ നിലയിലായി. ആദ്യം പിണറായി എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ വെള്ളം കാട്ടിത്തരാം, LDF-നെ ശരിപ്പെടുത്തി കളയും, മലപ്പുറം കത്തി AK-47 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒറ്റ വരവായിരുന്നു. അപ്പൊ എന്താ പറ്റി? വളരെ അവസ്ഥയാണ്. കണ്ട സിമ്പതി വോട്ട് കൊടുത്തു. പുള്ളിക്ക് മുഖ്യമന്ത്രിയാകണമെന്നാണ് പറയുന്നത്. ഒരാളെയും ജയിക്കുമ്പോൾ മുഖ്യമന്ത്രിയാകണം. വല്ല നാടകത്തിലോ സിനിമയിലോ വല്ലതും മണയാകാം. അല്ലാതെ ഒന്നും ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വേല വല്ലതും നമുക്കറിയാവുന്ന കാര്യമാണ്. ശരിയില്ല. അങ്ങനെ ദൈവം, ഞാനിവിടെ സഹോദരിമാരൊക്കെ ഇരുന്നുകൊണ്ടാണ്, നമ്മുടെ കൂടെയുള്ള ആളും ദൈവവിശ്വാസികളാണ്, അതിനൊന്നും ഒരു തെറ്റുമില്ല. അതൊക്കെ അങ്ങനെ തന്നെ അതിൻ്റെതായ നിലയിൽ പോകാം. ഗുരുവായൂർക്ക് പറഞ്ഞാൽ കാണുന്നു അങ്ങോട്ട് പോവാം, ഉമ്മറയ്ക്ക് പോകേണ്ടവർക്ക് അങ്ങോട്ട് പോവാം, മലയാറ്റൂർക്ക് പോകേണ്ടവർക്ക് അങ്ങോട്ട് പോവാം. നമുക്കെന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള കാര്യമല്ലേ. അല്ലാതെ ബീഫ് കഴിക്കരുതെന്ന് പറയുന്നു, അതെ അങ്ങനെ പറയാൻ നമുക്കെന്നെ കാര്യം ഇരിക്കുന്നത്. ഇനി ഒന്നിനും വിശ്വസിക്കണ്ട. ആരാ പറഞ്ഞു? ഓരോ മന്ത്രിമാരും 20 മണിക്കുട്ടന്മാർ, ഒരു മണിക്കുട്ടിയുമാണ് ഈ മന്ത്രിസഭയിലുള്ളത്. മണിക്കുട്ടി നമ്മുടെ ജയലക്ഷ്മി, അത് പാവമാവട്ടെ. ഈ കാശ് കിട്ടിയാലും എണ്ണിയെടുക്കാനൊന്നും അറിയത്തില്ല, പാവമാണ്. അത് മന്ത്രിയാകാൻ ഉദ്ദേശിച്ചതല്ല. ആദ്യം ഉമ്മൻചാണ്ടി എടുക്കുകയല്ലായിരുന്നു. എന്നുവെച്ചാൽ ഈ മന്ത്രിസഭ വേറെ കുഴപ്പക്കാരുള്ളതുകൊണ്ട് അതിനെ എടുത്ത് വീണ്ടും ഒരു കേസ് വരണ്ട എന്ന് കരുതി. അന്നേരമാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞു 50 മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയതാണ്, അതുകൊണ്ട് എടുത്താൽ കുഴപ്പമില്ല, 50 ഉണ്ടല്ലോ എന്നുള്ള ഒരു നിലയിലാണ് അത് മന്ത്രിസഭയിൽ വരേണ്ടി വന്നത്. ഇപ്പോൾ മൂന്നാറിൽ തന്നെ ആ തൊഴിലാളികളുടെ പ്രശ്നം ഉണ്ടായപ്പോൾ അച്യുതാനന്ദൻ വന്നപ്പോൾ ഈ മന്ത്രിയാണ് ഉമ്മൻചാണ്ടി അയച്ചത്. അവിടെ നിന്ന് കുറേ നേരമൊക്കെ വന്നപ്പോൾ ഇത് മന്ത്രിയാണെന്നുള്ളത് അവർക്കറിയാം, കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അവർ ചോദിച്ചു ഏത് എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത് എന്നോട് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു മന്ത്രിയല്ലേ, കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ, പേരെന്നാന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് അങ്ങനെ നിന്നത്. വലിയ കാശൊന്നും വാങ്ങിച്ചില്ല. പിന്നെ വീട്ടിലൊരു കുടുക്ക മേടിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ചില്ലറയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് വെക്കും, മാസം തോറും പൊട്ടിക്കും, ഒരു സാരിയൊക്കെ മേടിക്കും എന്നുള്ളതല്ല. അങ്ങോട്ടിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇവരുടെ കൂടെ ആകുമ്പോൾ പെട്ടെന്ന് കോഴ്സ് പൂർത്തിയാക്കും, അത് വേറെ കാര്യം. അങ്ങനെയുള്ള വഴക്കുമില്ല അതിനെക്കൊണ്ട്. അസംബ്ലിയിൽ ഇത്രയും അടിയും പിടിയും ഉണ്ടായിട്ട് അത് ഒരു വഴക്കിനും വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ കാണാനില്ല. പിന്നെ UDF-കാരെല്ലാം കൂടെ തപ്പി, ഇപ്പം ആകെ ഒരെണ്ണല്ലേ ഉള്ളു, അതിനെ തപ്പി നോക്കുമ്പോൾ മേശയുടെ കീഴെ പൂച്ചക്കുഞ്ഞ് കയറിയിരിക്കുന്ന അതാണ് നമ്മുടെ ഒരു മന്ത്രി. ബാക്കിയുണ്ട് എല്ലാം. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞതെന്ന് ഞാൻ ഈ പെണ്ണുങ്ങളെ ഇപ്പോൾ വിമർശിക്കത്തില്ല. സരിതയോട് പോലും എനിക്കിപ്പോൾ വിരോധമില്ല. എന്താണെന്ന് ചോദിച്ചാൽ അതിനെ ചീത്തയാക്കി യുവന്മാരാണ് ഈ ഫോൺ ചെയ്ത് 89 വയസ്സുള്ളവൻ തൊട്ട് 24 വയസ്സുള്ളവൻ വരെ ഫോൺ ചെയ്ത് അതിൻ്റെ സ്വഭാവം ചീത്തയാക്കി. എന്നിട്ട് പിന്നെ അതിനെ നമ്മളിങ്ങനെ ഒത്തിരി കുറ്റം പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അതും വിട്ടു. സ്ത്രീകളെ ആരെയും മോശം പറയണ്ട എന്നുള്ള നിലപാടിലാണ്
ഞാനിപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ പറയാൻ. അതേസമയം യുവമാർ അസംബ്ലിയിൽ നിന്നൊക്കെ എന്തെല്ലാം കുഴപ്പമുണ്ടാക്കിയത്. 70 വയസ്സുള്ള ശിവദാസൻ നായരല്ലേ ആ ജമീലെ തടഞ്ഞു നിർത്തിയത്. ജമീലെ ഒരു കടി കൊടുത്തോട്ടെ, ഒരു കടി പോരാ, 2 കടി കൊടുക്കണ്ടേ? അത്തരം പണിയാണ് അയാൾ ചെയ്തത്. ആ ബലറാമോ ഷാമി പറമ്പിലോ സതീശനോ ഒക്കെ ആണെങ്കിൽ ഫോട്ടോ നോക്കാം, പിള്ളേരാണ് അങ്ങനെ സംഭവിച്ചു. എന്നിട്ട് ഈ ശിവദാസൻ നായർ അവരോട് ചൂടായി, നീയൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നതാ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട്? ഞങ്ങൾ ഈ വയസ്സന്മാർ വേണ്ടാണ് ഇതിന്റെ ചുമതല ഏറ്റെടുക്കാൻ. അടുത്ത തവണയൊക്കെ നീ സീറ്റെന്ന് പറഞ്ഞു വന്നത് ഒറ്റ എണ്ണത്തിലെ ഇങ്ങനെയുള്ളതിന് കൂടാത്തവരെ ഞങ്ങൾ കോൺഗ്രസ് സീറ്റ് കൊടുക്കില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഞാനിതിന്റെ മറ്റ് വശങ്ങളിലേക്ക് കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഏതായാലും UDF അടിയോടടുത്ത് നമുക്ക് വലിയ സന്തോഷം. യൂത്ത് കോൺഗ്രസ് ഷട്ടൂരിയാണ് പ്രതിഷേധിച്ചത്. VM സുധീരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ഘട്ടം ഘട്ടമായി മറ്റു വസ്ത്രങ്ങൾ കൂടി ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അതാണ് സ്ഥിതി. ഏതായാലും വളരെ നന്നായി. ഈ ഖദർ വസ്ത്രം അവർക്ക് പറ്റിയതല്ല. അത് മൂത്ത കോൺഗ്രസ്സുകാരുടെ ഊരിയനെ കളഞ്ഞേക്കാമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ആത്മാവിന് പുണ്യം കിട്ടും, യാതൊരു സംശയം. ഖദർ എന്ന് പറഞ്ഞാൽ അതൊരു പവിത്ര ഉള്ള ഒരു വസ്ത്രമാണ്, മഹാത്മാഗാന്ധിയുടെ വസ്ത്രമാണ്. ഞാനൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എന്നൊക്കെ ബസ്സിലൊക്കെ ആണെങ്കിൽ പുറകിൽ നിന്നൊരൊറ്റ അടി കോൺഗ്രസ് ആണെന്നവർക്ക് തന്നാൽ തിരിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ആ NCP ആയിരുന്നു. ക്ഷമിക്കണം, കഴുത്ത് തിരിഞ്ഞു പോയിട്ട് പിന്നെ NCP ആയിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കൊച്ചിനെ ഇനിയിപ്പോൾ ബെൽറ്റിട്ടുകൊണ്ട് നടക്കുന്ന പോലെ നടക്കേണ്ട സ്ഥിതി വിശേഷം ഉണ്ടായി വരും. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഞാൻ കുറ്റം പറയുന്നില്ല. ഈയിടെ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരി എന്നപ്പോൾ ഒരു വല്യമ്മ മറ്റടിച്ചോണ്ടിരിക്കുക. 10-70 വയസ്സുള്ള വല്യമ്മ കൊച്ചുമോളോട് പറഞ്ഞ് അകത്തോട്ട് കേൾക്കുക, ഷട്ടൂരിയന്മാരാണ് വരുന്നത്. അപ്പൊ ആ കൊച്ചുമോള് പറഞ്ഞു, ആ ഷട്ടൂരിയന്മാരാണ് വല്യമ്മ ഒരു കാര്യം ചെയ്യും, വല്യമ്മ അകത്തോട്ട് കേൾക്കും. അതാണ് നമ്മുടെ നാടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കോൺഗ്രസ് ആണ്, ആനയാണ്, ചേനയാണ്, എന്തോന്ന് അരുവിക്കര ജയിച്ചവരാണ്. എവിടെ ജയിച്ചു? കണക്കനുസരിച്ച് ജയിച്ചില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് വിജയം. നമുക്ക് 100 സീറ്റ് കിട്ടിയപ്പോൾ ആ സീറ്റ് അവരെ ജയിച്ചു. അത് ജയിച്ചതുപോലെ തന്നെ എനിക്ക് അതിനൊന്നും തർക്കമുള്ള വിഷയമല്ല.